ഹായ് കൂട്ടുകാരെ, അപ്പോൾ വാൽപ്പാറ ചുരമൊക്കെ ഇറങ്ങി നമ്മളിതേ താഴെ എത്തിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ പതിയെ അങ്ങോട്ട് നടന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടേക്ക് ഇറങ്ങിപ്പോണ്ടായിരുന്നു. അപ്പോൾ നമ്മളും പതിയെ അങ്ങോട്ട് ഇറങ്ങി. ചുറ്റിലും നല്ല ഭംഗിയുള്ള മലകളും പിന്നെന്താ നല്ലൊരു അരുവിയും അതിൻ്റെ അപ്പുറത്ത് നിൽക്കണ നല്ല ചെമ്പരിയാടും പിന്നെ കുറേ ആളുകൾ അതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ചിലർ കുളിക്കുന്നുണ്ട്. നല്ല ഒഴുക്കുള്ള വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന നമ്മുടെ വാൽപ്പാറ ചുരം. അപ്പോൾ താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഇതന്നെയാണോ നമ്മൾ ഇറങ്ങി വന്നത്, ഈ മലയുടെ മുകളിലായിരുന്നോ നമ്മൾ എന്നൊരു ചിന്ത നമുക്ക് തോന്നും ട്ടാ. പിന്നെ അമ്മാതിരി ഭംഗി കണ്ട, നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം മഴ പെയ്തതിൻ്റെ ആയിരിക്കാം ഇത്രയും നന്നായിട്ട് നല്ല ഇതിലെ വെള്ളം വരുന്നുണ്ടായിരുന്നു, നല്ല ഫോഴ്സിൽ. അത് തന്നെ ഇറങ്ങാൻ തോന്നിയില്ല കേട്ടാ. ഇതാണ് നമ്മുടെ വാൽപ്പാറയിലെ കാഴ്ചകൾ, താഴെ എത്തുമ്പോഴുള്ള കാഴ്ചകൾ കേട്ടാ. ഞാനൊന്ന് ചെറുതായിട്ട് നടന്ന് ആ പുഴയുടെ അവിടെ ഇറങ്ങാൻ പറ്റുമോ ഇറങ്ങാൻ പറ്റില്ലേ എന്നൊക്കെ നോക്കി. പക്ഷെ നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അത് കാരണം ഇറങ്ങിയൊന്നുമില്ല. പിന്നെ ആളുകളൊക്കെ കണ്ട അവിടെ നിന്ന് നന്നായി ഇറങ്ങിയിരിക്കണവരുണ്ട്, കുളിക്കണവരുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. എല്ലാവരും വെള്ളത്തിൽ നല്ല ഇതാ. പിന്നെ നമ്മുടെ ചെമ്പരിയാടുകൾ ഇട്ടാ സൂം ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. കല്ലേതാ ആടേതാന്ന് മനസ്സിലാവില്ല, അമ്മാതിരി കളറാട്ടാ. ഇതാണ് നമ്മുടെ ഒഴുക്ക്. ഭയങ്കര വെള്ളത്തിന് ഒഴുക്കുണ്ട് കേട്ടാ. കണ്ട, അതിൻ്റെ തീരത്തായിട്ട് നമ്മൾ ചെമ്പരിയാടുകൾ നിന്ന് പുല്ലൊക്കെ തിന്നുന്നുണ്ട് കേട്ടോ. സൂം ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ കല്ലിൻ്റെ കളറും മണ്ണിൻ്റെ കളറും ആടിൻ്റെ കളറും ഒരുപോലെയാണ്. കണ്ട, ഇതാണ് നമ്മുടെ ചെമ്പരിയാട്. ഭയങ്കര ബിസിയാണ്, എല്ലാവരും പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളെന്തേ ഇവിടുത്തെ നമ്മുടെ വാൽപ്പാറയുടെ ഭംഗിയാണ് കേട്ടാ. ഇങ്ങനെ ഉണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ കുറേ. അതുപോലെ തന്നെ താഴെ എത്തിയപ്പോൾ കുറേ പ്രാവശ്യം ഇതിൽ കൂടെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് കണ്ടത്. ഇറങ്ങി നമ്മൾ നേരെ പൊള്ളാച്ചിക്ക് പോകാറാണ് പതിവ്. പക്ഷെ ഇന്ന് നമ്മൾ ഇതൊരു കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ നിർത്തി. നല്ലൊരു കാഴ്ചയായിരുന്നു. വെള്ളം ദൂരത്തു നിന്നാട്ടാ വരണത്. ആ വെള്ളം വരുന്ന സ്ഥലം തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പതിയെ ഇങ്ങനെ നടന്നിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ എത്തി നല്ല വീഡിയോസുകളൊക്കെ എടുത്തത്. പിന്നെ പോണ വഴിക്ക് നല്ല പനന്നങ്ങ വാങ്ങിയിട്ടാ. പിന്നെ ഇതാണ് നമ്മുടെ പൊള്ളാച്ചി റൂട്ടിൽ. അപ്പോൾ പോണ വഴിക്ക് കാണുന്നൊരു മലയാട്ടോ, അതിൻ്റെ മുകളിലൊരു മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് മയിലിനെ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അതിരപ്പള്ളി വഴി, മലക്കപ്പാറ വഴി, വാൽപ്പാറ വഴി പൊള്ളാച്ചിക്ക് പോകുമ്പോഴുള്ള നല്ല മനോഹരമാർന്ന കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.